എൻ്റെ ലക്ഷദ്വീപ് യാത്രയെപ്പറ്റി എൻ്റെ പല സുഹൃത്തുക്കളും എന്നോട് വിശേഷങ്ങളൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ളൊരു സംഗതിയാണ് ഈ ലക്ഷദ്വീപ് യാത്ര എങ്ങനെയാണ്, അതിൻ്റെ മറ്റു ഡീറ്റെയിൽസൊക്കെ. അപ്പോൾ ഞാൻ കരുതി എന്നാൽ നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം, ലക്ഷദ്വീപ് യാത്രയെപ്പറ്റി ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്ന് കരുതി. ലക്ഷദ്വീപ് പോകാൻ നമുക്ക് ആദ്യം വേണ്ടത് ഒരു പെർമിറ്റാണ്. അതായത് നമുക്ക് മറ്റ് വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ വിസ എടുക്കുന്നത് പോലെ ലക്ഷദ്വീപ് പോകാനായിട്ടുള്ള പെർമിറ്റാണ് വേണ്ടത്. ഞാനൊരു ഒഫീഷ്യൽ ആവശ്യത്തിന് പോയത് കാരണം എനിക്ക് ഒഫീഷ്യൽ പെർമിറ്റിലാണ് ഞാൻ പോയത്. നിങ്ങൾ ടൂറിസ്റ്റായിട്ടാണ് പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ അവിടുത്തെ ലക്ഷദ്വീപിലെ ഏതെങ്കിലും ടൂറിസ്റ്റ് അല്ലെങ്കിൽ ട്രാവൽ ഏജൻസിയുമായി ബന്ധപ്പെട്ടതിന് ശേഷം അവരിൽ നിന്ന് ഒരു ഏകദേശം 2000 രൂപയോളമാണ് അതിന് ചിലവ് വരിക. ഒരു പെർമിറ്റ് എടുക്കേണ്ടതാണ് ആവശ്യം. അതിനുശേഷം പെർമിറ്റിൻ്റെ ഡേറ്റ് വച്ചിട്ട് പെർമിറ്റിലെ ഡേറ്റിനനുസരിച്ച് നിങ്ങൾ കൊച്ചിൻ ഷിപ്പ് യാർഡിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഷിപ്പിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുക. ഷിപ്പിലെ ടിക്കറ്റിൻ്റെ മറ്റ് വിവരങ്ങൾ നിങ്ങൾ ഓരോ ടിക്കറ്റും എങ്ങനെയാണ് റേറ്റ് അങ്ങനെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുക. ടിക്കറ്റ് ബുക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ഷിപ്പ് പുറപ്പെടുന്നത് കൊച്ചിയിലെ വെല്ലിംഗ്ടൺ ഐലൻഡിൽ നിന്നാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ടിക്കറ്റും പെർമിറ്റുമായി കൊച്ചിയിലെ വെല്ലിംഗ്ടൺ ഐലൻഡിലുള്ള ലക്ഷദ്വീപ് സ്കാനിംഗ് സെൻറ്ററിൽ എത്തുക. അതായത് ടിക്കറ്റിൽ ബോർഡിംഗ് ടൈം പറഞ്ഞിരിക്കും, ആ ടൈമിലാണ് എത്തേണ്ടത്. ഷിപ്പ് പുറപ്പെടുന്ന ടൈമിലല്ല, അതിന് 3-4 മണിക്കൂർ മുന്നേ ആയിരിക്കും ബോർഡിംഗ് ടൈം. ആ ടൈമിലാണ് നമ്മൾ ലക്ഷദ്വീപ് സ്കാനിംഗ് സെൻറ്ററിൽ എത്തേണ്ടത്. എനിക്ക് രാവിലെ 8 മണി മുതൽ 10 മണി വരെയുള്ള സമയത്തായിരുന്നു ബോർഡിംഗ് ടൈം. അപ്പോൾ ഞാൻ ആ സമയത്ത് കൃത്യമായി അവിടെ എത്തി. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു എയർപോർട്ടിൽ എങ്ങനെയാണ് നമ്മൾ കാണുന്നത് അതുപോലത്തെ കാര്യങ്ങളാണ് അവിടെ. CISF ജവാന്മാരുണ്ട്. അവർ നമ്മുടെ ടിക്കറ്റും പെർമിറ്റും എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ലഗേജൊക്കെ സ്കാൻ ചെയ്ത് നമ്മളെ ബസ്സിലേക്ക് കയറ്റും. അവിടെ നിന്നൊരു ബസ്സുണ്ട്, ആ ബസ്സിലേക്ക് കയറ്റും. നമ്മുടെ ലഗേജസൊക്കെ കൊണ്ടുപോകാം. വലിയ ലഗേജസ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകം ലഗേജ് കൊണ്ടുപോകാനുള്ളൊരു ലോറി ഉണ്ടാവും. അപ്പോൾ എനിക്ക് അത്ര വലിയ ലഗേജൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് എൻ്റെ കയ്യിൽ കൊണ്ടുപോകുന്ന ലഗേജസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഞാൻ എൻ്റെ കയ്യിൽ തന്നെ അത് ഹാൻഡിൽ ചെയ്തു. അങ്ങനെ അവിടുന്ന് ബസ്സിൽ കയറി. ബസ് അവിടുന്ന് നേരെ ഷിപ്പിനടുത്തേക്ക് വെല്ലിംഗ്ടൺ ഐലൻഡിനുള്ളിൽ തന്നെ ഒരു 1.5 കിലോമീറ്റർ ദൂരത്തിലുള്ള ഷിപ്പിലേക്ക് എത്തി. എനിക്ക് പോകേണ്ട ഷിപ്പിൻ്റെ പേര് അറേബ്യൻ സീ എന്നാണ്. 10 മണിയോടുകൂടി ബസ്സിൽ ഞാൻ ഷിപ്പിലേക്ക് എത്തി. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഷിപ്പ് പുറപ്പെടുന്നത്. അപ്പോൾ 10 മണി മുതൽ 2 മണി വരെ കരയിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ഷിപ്പിൽ ചിലവഴിക്കേണ്ടി വരും. അങ്ങനെ ഷിപ്പിലെത്തിപ്പെട്ടു. ഷിപ്പിനുള്ളിലെ വിവരങ്ങൾ അല്ലെങ്കിൽ ഷിപ്പിനുള്ളിലെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.